ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 8. തനി തോന്യാസം രാഷ്ട്രീയ കളി. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നതും സ്വീകരിക്കുന്നതും ആവശ്യമുള്ളപ്പോൾ ആ പണം പിൻവലിച്ച് ചെലവാക്കുന്നതും നിയമപരവും സുതാര്യവുമായ മാർഗമാണ്. ഇന്ന് ഓരോ അക്കൗണ്ടിനും പാൻ കാർഡും KYCയും നിർബന്ധവുമാണ്. KYC ഇല്ലാതെ ഒരു ബാങ്കിലും പണം നിക്ഷേപിക്കാനാകില്ല. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നികുതി വകുപ്പിന്റെ സംവിധാനം പരിശോധിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ഇങ്ങനെ നിയമപരമായ എല്ലാ നടപടികളും പാലിച്ച് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ദേശസാൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നു. അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിച്ചു എന്നറിയിച്ചതല്ലാതെ എന്തിനു മരവിപ്പിച്ചെന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അക്കൗണ്ട് ഉടമയ്ക്ക് നോട്ടീസ് നൽകുകയോ അക്കൗണ്ട് ഉടമയുടെ വിശദീകരണം കേൾക്കുകയോ ഒന്നുമുണ്ടായിട്ടില്ല. അതായത് അക്കൗണ്ട് മരവിപ്പിക്കലിന് ഒരു അടിസ്ഥാനവുമില്ലെന്ന് ചുരുക്കം. ആദായ നികുതി വകുപ്പിന്റെ നടപടി ശുദ്ധ തോന്യാസം മാത്രം. മേലാളന്മാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ കളി. രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും വേട്ടയാടുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഈ നീക്കവും. ഇലക്ട്രൽ ബോണ്ട് വഴി സംഘപരിവാർ രഹസ്യമായി കോടികൾ വാങ്ങിക്കൂട്ടിയതിൻ്റെ വിവരങ്ങൾ കോടതി മുഖേന പുറത്തു കൊണ്ടുവന്നത് CPIM ആണ്. അതിൻ്റെ രോഷവും പകയും ഈ അക്കൗണ്ട് മരവിപ്പിക്കലിൻ്റെ പിന്നിലുമുണ്ട്. മാത്രമല്ല BJP തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കാറിൻ്റെ നികുതി വെട്ടിച്ച കേസിൽ വിചാരണ നേരിടണമെന്ന കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ നീക്കമെന്നതും കാണണം. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ എന്തും ചെയ്യാം എന്നതാണ് രാജ്യത്തെ സ്ഥിതി. അതിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നതിൽ വരെ എത്തി നിൽക്കുന്നു. പല കേസുകളിലും തെളിവ് എവിടെയെന്ന കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരമില്ല. ഏതു കാര്യത്തിലും വേട്ട CPIMനെതിരെയാണെങ്കിൽ അതിന് കോൺഗ്രസും മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നുവെന്നത് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടിയിലും കാണാം. എല്ലാ വിഷയങ്ങളിലും വാളയാറിനിപ്പുറം കോൺഗ്രസിന് വേറെ നിലപാടാണല്ലോ. ആര് എന്ത് നിലപാട് സ്വീകരിച്ചാലും CPIMന് ഒരു ഭയവുമില്ല. സുതാര്യമല്ലാത്ത നിയമപരമല്ലാത്ത ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൃത്യമായി രസീത് നൽകി ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണവും അംഗങ്ങളിൽ നിന്ന് പിരിക്കുന്ന ലെവിയുമാണ് പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ പാർട്ടിക്ക് ഒരു അധൈര്യവുമില്ല. അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM പാൻ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നികുതിദായകനാണ്. വരവ് ചെലവ് കണക്കുകൾ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തൃശൂരിലടക്കം സംസ്ഥാനത്ത് LDF മേൽക്കൈ നേടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ വാർത്തകൾ പടയ്ക്കാൻ കരുവന്നൂർ ബാങ്ക് കേസിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വെള്ളിയാഴ്ച ED വിളിപ്പിച്ചിരുന്നു. കരുവന്നൂർ കേസിലാണ് വിളിപ്പിച്ചതെങ്കിലും പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ് ചോദിച്ചത്. ഇതിനു പിന്നാലെയാണ് മരവിപ്പിക്കൽ. ഇന്ത്യയിലെ വലതുപക്ഷ പ്രതിലോമ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കൊള്ളകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. അതിലൊന്നു മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി. ബോണ്ടുകൾ വഴി കോടികൾ വാങ്ങിക്കൂട്ടിയതിൽ BJPയും കോൺഗ്രസും ഒരുപോലെ പങ്കാളികളാണ്. ഈ വമ്പൻ അഴിമതിക്കെതിരെ പ്രതിഷേധങ്ങളുടെ ഇരമ്പം കൊടുങ്കാറ്റായി ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശുകയാണ്. ആ പ്രതിഷേധത്തെ നയിക്കുന്നത് ഇടതുപക്ഷമാണ്. രാജ്യത്ത് ഇടതുപക്ഷത്തിന് മാത്രമാണ് അതിന് അർഹതയും. ഇടതുപക്ഷത്തിൻ്റെ വേരുറച്ച കേരളത്തിൻ്റെ മണ്ണിൽ കോൺഗ്രസും BJPയും അടക്കം സകല വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും മാധ്യമങ്ങളും LDFനെതിരെ കലിതുള്ളുന്നതും അതുകൊണ്ട് തന്നെ. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നന്ന്. കേരളത്തിൻ്റെ ചുവന്ന മണ്ണിൻ്റെ തുടിപ്പാണ് CPIM, ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം. അധിനിവേശത്തിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ, ഫാസിസ്റ്റ് നീക്കങ്ങൾക്കെതിരെ, മതാന്ധതയ്ക്കെതിരെ, വർഗീയതയ്ക്കെതിരെ ജനകോടികളുടെ സ്വപ്നവുമായി ഈ പ്രസ്ഥാനം കാവൽ നിൽക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉദ്ദേശശുദ്ധിയും നിശ്ചയദാർഢ്യവും എക്കാലവും കേരളത്തിൻ്റെ ചാലക ജ്വാലയാണ്. അത് ഊതിക്കെടുത്താൻ ഒരു മോദിക്കും കഴിയില്ലെന്ന് മാത്രം ഇപ്പോൾ പറയട്ടെ.